ഹായ്, എല്ലാവർക്കും നമസ്തേ. പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കൂട്. നമുക്ക് ആനക്കൂടിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? നമ്മൾ ആദ്യമേ കയറുമ്പോൾ തന്നെ കാണുന്നത് അവിടെ എങ്ങനെയാണ് നമ്മൾ ആനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി അവിടെ നിന്നും ആനയെ മെരുക്കിയെടുത്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നോക്കാം. ആദ്യമായി വനത്തിനുള്ളിൽ കുഴി കുത്തി അതിൽ ചപ്പുചവറും മരച്ചില്ലകളൊക്കെ വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം ആന വരുമ്പോൾ അതിലേക്ക് വീഴുകയും അതിൽ നിന്ന് മറ്റ് ആനകളെ കൊണ്ട് അതിനെ മുകളിലേക്കെടുത്ത് മെരുക്കി എടുക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ നോക്കൂ, ആ കുഴിയിലേക്ക് ആന വീണിട്ടുണ്ട്. അതിനുശേഷം ആ ആനയെ മറ്റ് ആനകളെ കൊണ്ട് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് ആ ആനയെ കൊണ്ടുപോയി ആനക്കൂട്ടിനുള്ളിൽ കൊണ്ടുപോകുന്നതും അവിടെ ആനക്കൂട്ടിനുള്ളിൽ അതിനെ വളർത്തുന്നതും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓല, പനമ്പട്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അതിനെ നന്നായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, എല്ലാവരും നോക്കൂ, ഇതേണ്ട നോക്കൂ, ആ ആനക്കൂട്ടിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നോക്കൂ, അതിൻ്റെ ആ സിസ്റ്റം അവരവിടെ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പരിപാലിച്ച് വലുതാക്കിയ ആനയെ കൊണ്ട് എങ്ങനെയാണ് തടി പിടിപ്പിക്കുന്നതും അതിൻ്റെ മറ്റുള്ള ജോലികൾ എങ്ങനെ അതിനൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത്. വനത്തിനുള്ളിൽ തന്നെ വലിയ മരങ്ങളൊക്കെ വെട്ടുകയും ആ മരങ്ങൾ വെട്ടുന്ന ആൾക്കാർ അവിടെ താമസിക്കാൻ വേണ്ടി ഏറുമാടം ഉണ്ടാക്കി അവിടെ താമസിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുറിച്ചിട്ട തടികളെല്ലാം വൃത്തിയാക്കി അതെല്ലാം മുറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയതിന് ശേഷം ആനയെക്കൊണ്ട് ലോറിയിലേക്ക് ആ തടികളെല്ലാം പിടിച്ചു വയ്ക്കുന്നതും അതിനുശേഷം ആ ആന ആ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ആ ലോറി അവിടെ നിന്ന് പോകുന്നതും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേക സ്ഥലമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ആനക്കൂട്ടിലെ വിശേഷങ്ങൾ ഇനി അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരൂ. എല്ലാവർക്കും നന്ദി, നമസ്തേ, നമസ്കാരം.